എടാ ഇന്ന് റിസൾട്ട് അറിയുന്ന ദിവസമാണ്. അയ്യാ ചേട്ടാ നീ എന്തിനാണ് പേടിക്കുന്നേ? ആ ശരിയാണല്ലോ, ഞാൻ എന്തിനാ പേടിക്കണല്ലേ? SLC കഴിഞ്ഞിട്ട് 6 വർഷമായി. എന്നാലും റിസൾട്ട് വരുന്നു കേൾക്കുമ്പോൾ എന്തോ ഒരു മനസ്സിക്കൊരു പേടി. എന്താ 6 വർഷമായിട്ട് നീ പാസ്സായിട്ടില്ലേ? പാസ്സായി, പിന്നെ പാസ്സാവാതെ ശരി. എടാ റിസൾട്ട് വരാൻ ഇനി ആകെ 1 മണിക്കൂറോട് ബാക്കിയല്ലോ കേട്ടാ. ആലോചിച്ചിട്ട് എന്റെ തല റിസൾട്ട് എന്താണ് ഇങ്ങനെ പേടിക്കലുടെ? പാസ്സാവും. ഇല്ലടാ, ഞാൻ പൊട്ടും, എനിക്ക് ഉറപ്പാ. ഇത് പൊട്ടും. ഈ ചെങ്ങലൊക്കെ പാസ്സാവാതെ എവിടെ പോകാനടാ? എടാ ഈ സമയത്ത് ഒരു ആത്മവിശ്വാസമാണ് വേണ്ടത്. അതാണ് ഒരു 10ാം ക്ലാസ്സുകാരന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. ഇത് ചുമ്മാ പേടിത്തൂറി. എടാ നിനക്കത് പറയാ, പൊട്ടിയ നാട്ടുകാരെയും വീട്ടുകാരെയും കസിൻസിന്റെ ഒക്കെ മുഖത്തേക്ക് നോക്കാനും കൂടി പറ്റൂലടാ. എടാ നാട്ടുകാരോട് ഹൈ മാർക്കോടെ പാസ്സായി എന്ന് പറഞ്ഞാൽ മതി. ആ തെണ്ടിയാൾ നമ്മളെ മാർക്ക് ലിസ്റ്റോ റിസൾട്ട് ഒന്നും നോക്കാൻ വരൂല. ഇനി എന്താടാ? എടാ അപ്പുറത്തെ മഹമ്മദാക്കാന്റെ റേഷൻ കട മുതൽ ഇപ്പുറത്തെ സർഫാക്കാന്റെ ജ്യൂസ് കട വരെയുള്ള ആൾക്കാർ ഒരാഴ്ച മുന്നേ റൈസ് റബ്ബർ മേടിച്ചിട്ടാ. സുബ്ഹാനല്ലാഹ്. ആടാ പറടാ. ഇവിടെ ഉണ്ട്, റിസൾട്ട് തോൽക്കാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് പേടിച്ച് തൂറി ഇവിടെ ഇരിക്കുന്നുണ്ട്. ശരിക്കും എടാ ഒരു ന്യൂസ് ഉണ്ട്. എന്താടാ? എടാ ഇപ്പത്തെ റിസൾട്ട് എല്ലാരും ജയിപ്പിച്ചു കൊടുന്ന്, പണ്ടത്തെ പോലെ അല്ലാന്ന്. അപ്പടിയോ? എടാ യുമ്മരുത് എന്തൊക്കെയാ പറയുന്നേ? എടാ നമ്മുടെ ജില്ല ഇപ്രാവശ്യം കുറെ പേരെ തോൽപ്പിക്കുന്ന കേട്ടോ. അതെന്തിനാ? ഫുള്ള് A+ ഉള്ളവരെയും അതിന് സാധ്യത ഉള്ളവരെയും മാത്രം ജയിപ്പിക്കുള്ളതാ കേട്ടത്. ബാക്കിയുള്ള എല്ലാരെയും തോൽപ്പിക്കത്രേ. ഞാൻ തോൽക്കും. സത്യം പറയല്ലോ, ഞാൻ അങ്ങോട്ട് ഇല്ലാതായി പോയിനു. അല്ല ഇതൊക്കെ കിട്ടിട്ട് പത്താ ഒരു കാര്യമില്ല. വലിപ്പ നോക്കൂല പോസും ഞാൻ ഏതെങ്കിലും. എടാ ഞാൻ നിന്നോട് അപ്പളേ പറഞ്ഞില്ലേ, ഈ 10ാം ക്ലാസ് തോൽക്കലൊക്കെ പണ്ടരുത്. ഇപ്പൊ എല്ലാരും എങ്ങനെയെങ്കിലൊക്കെ ജയിക്കൂടാ. അല്ലെങ്കിൽ നിന്നെയൊക്കെ ജയിപ്പിക്കാൻ ചില സാറന്മാർക്കൊക്കെ അറിയാം.